കർത്താവിന്റെ പരിശുദ്ധമായ നാമം എന്ന പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ പകലിൽ നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന് വചനമായി നിൽക്കുവാൻ കഴിയുവാനായ ദൈവം ഇന്ന് പകലിലും എൻ്റെ ജീവിതത്തിൽ തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമയം വളരെ മുൻപിൽ വളരെ പരിമിതമാണ്. വേഗത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. സഹോദരന്മാരെ അറിഞ്ഞ് അവനെ കൈസരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. 22-ാമത്തെ വാക്യം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. നമുക്ക് വളരെ പരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് വായിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കൂടി വേഗത്തിൽ വായിച്ചാൽ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ കൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. രണ്ട് ഭാഗങ്ങൾ നമുക്ക് വളരെ പരിചിതമായ ഭാഗങ്ങളാണ്. ഒരിക്കൽ അമേരിക്കയിലെ ഒരു വലിയ ചർച്ചിൽ അനേക ആയിരങ്ങൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ചർച്ചിൽ അവിടെയുള്ള പാസ്റ്റർ പ്രസംഗങ്ങളെല്ലാം എല്ലാ ആഴ്ചയും കേട്ട് വിശ്വാസികൾ ഒരിക്കൽ പ്രകാരം പറഞ്ഞു, നമ്മുടെ പാസ്റ്റർക്ക് എന്നും ഈ പഴയ പുസ്തകത്തിൽ നിന്ന് മാത്രമേ പ്രസംഗിക്കുവാനുള്ളൂ. ഈ കാലം എത്രയും പുരോഗമിച്ച, ശാസ്ത്രം അതിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന, കമ്പ്യൂട്ടറും സയൻസും എല്ലാം അതിൻ്റെ അത്യുച്ച കോടിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റൊന്നും ഇദ്ദേഹത്തിന് പറയുവാനില്ല എന്നും ഈ പഴയ പുസ്തകത്തിൽ നിന്ന് മാത്രമേ അവൻ പ്രസംഗിക്കുവാനുള്ളൂ എന്ന് തന്റെ വിശ്വാസികൾ പറയുവാനിടയായി തീർന്നു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്റെ വിശ്വാസികൾ പറഞ്ഞതായ ഈ വാർത്ത ആ ദൈവദാസന്റെ ചെവിയിൽ എത്തുവാനിടയായി. വളരെ പ്രയാസം അദ്ദേഹത്തിനുണ്ടായി. പിറ്റേ ഞായറാഴ്ച സഭാ ആരാധനയ്ക്ക് സമയമായി. ആരാധനയൊക്കെ കഴിഞ്ഞ് പ്രസംഗിക്കുവാൻ സമയമായപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഇന്ന് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ബൈബിൾ മാറ്റിവെച്ചു. എന്നിട്ട് അദ്ദേഹം ദൈവസഭയോട് ഇപ്രകാരം ചോദിച്ചു, ഇവിടെ ഒരു വിധവയുടെ മകൻ മരിച്ചു കിടക്കുകയാണ്. അവരുടെ ജീവിതത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്ന, അവരുടെ ജീവിതത്തിന്റെ ഏക അത്താണിയായിരുന്ന, അവരുടെ ഭാവി പ്രതീക്ഷയായിരുന്ന ആ മകൻ മരിച്ച ദുഃഖത്തിൽ ആ വിധവ ആ ശവശരീരത്തിന്റെ അടുത്തിരുന്ന് അവൻ വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. നിങ്ങളുടെ സയൻസിന് അവരോടൊന്ന് പറയുവാനുണ്ട്, നിങ്ങളുടെ കമ്പ്യൂട്ടറിന് അവരോടൊന്ന് പറയുവാനുണ്ട്, നിങ്ങളുടെ സയൻസിനും ശാസ്ത്രത്തിനും ഒക്കെ ആ മാതാവിനോട് പറയുവാൻ എന്തെങ്കിലും ഒരു സന്ദേശമുണ്ടോ? സഭയ്ക്ക് മറുപടി പറയുവാൻ അവസരം കൊടുത്തു. സഭ ഒന്നും മിണ്ടിയില്ല. വീണ്ടും 2 പ്രാവശ്യം അതേ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചു. നിങ്ങളുടെ ശാസ്ത്രത്തിന്, നിങ്ങളുടെ കമ്പ്യൂട്ടറിനോ, അവൻ നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിനോ അവൻ എന്തെങ്കിലും ഒരു മറുപടി ആ വിധവയോട് പറയുവാനുണ്ടോ? വീണ്ടും ആ സഭ ഒന്നും പറഞ്ഞില്ല. ആ സഭ മൗനത്തോടെ ആമേനായിരുന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവജനം ആമേൻ പഴയ പുസ്തകം എന്ന് വിശേഷിപ്പിച്ച ആ സത്യവേദ പുസ്തകം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ആമേൻ നിങ്ങളുടെ ശാസ്ത്രത്തിന്, ആമേൻ നിങ്ങളുടെ സയൻസിന്, നിങ്ങളുടെ കമ്പ്യൂട്ടറിന്, ആമേൻ നിങ്ങളുടെ ആധുനിക യുഗത്തിന് ആ വിധവയോട് പറയുവാനൊരു സന്ദേശമില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാല ആമേൻ ഞാൻ പ്രസംഗിക്കുന്ന, ആമേൻ നിങ്ങൾ പഴയ പുസ്തകം എന്ന് വിശേഷിപ്പിച്ച ആ സത്യവേദ പുസ്തകത്തിന് ആ മാതാവിനോട് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. അവൻ പഴയ നിയമത്തിൽ ദാവീദ് പറയുന്നു, അവൻ എന്റെ മകൻ മരിച്ചുപോയി, ഇനി അവൻ ഒരിക്കലും എന്റെ അടുക്കൽ കടന്നു വരികയില്ല. ഞാനോ അവന്റെ അടുക്കൽ പോയി അവനെ കാണുവാനിടയായി അവൻ തീർന്നില്ല. ഞാൻ പ്രസംഗിക്കുന്ന പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, അവൻ കർത്താവ് ഗംഭീരനാദത്തോട്, അവൻ പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, അവൻ ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ
കൊടുക്കുവാനുള്ള സന്ദേശം അവൻ ഈ ലോകത്തിന് കൊടുക്കുവാനൊരു സന്ദേശമില്ലായിരിക്കുക. അവൻ മറ്റാർക്കും കൊടുക്കുവാനൊരു സന്ദേശമില്ലായിരിക്കുക. അവൻ ഹല്ലേലൂയ കാലം എത്ര കഴിഞ്ഞാൽ അവൻ എത്ര പഴഞ്ഞ പുസ്തകമെന്ന് അവൻ ഈ ലോകവും സമൂഹവും വിശേഷിപ്പിച്ചാൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അവൻ കാലഹരണപ്പെട്ട ഒരു പുസ്തകമല്ല. അവൻ ഇതിനെ നശിപ്പിക്കുവാൻ അവൻ ഈ ലോകത്തിന് അവൻ രാജാക്കന്മാർ അവൻ ഹല്ലേലൂയ പലര് അവൻ ഹല്ലേലൂയ നേതാക്കന്മാർ ഉൾപ്പെടെ അവൻ പോരാടിയിട്ട് അവൻ തകർക്കുവാൻ കഴിയാതെ അവൻ ജൈത്രയാത്ര തുടരുന്ന അവൻ വിജയത്തോടെ മുന്നോട്ട് പോകുന്ന അവൻ വിജയം കൊടി പാറിക്കുന്ന അവൻ പുസ്തകമാണ് അവൻ ഈ പഴഞ്ചൻ പുസ്തകം. ഹല്ലേലൂയ. അത് ധ്യാനിക്കുന്തോറും അവൻ ചിന്തിക്കുന്തോറും അവൻ ഹല്ലേലൂയ കേൾക്കുന്തോറും ഹല്ലേലൂയ അവൻ പറയുന്നു അത് വായിക്കുന്നവന് വായിച്ച് കേൾക്കുന്നവരും ഒരുപോലെ അവൻ അനുഗ്രഹിക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൻ എല്ലാ കാലഘട്ടത്തിലുമുള്ള അവൻ എല്ലാ ജനത്തോടുമുള്ള അവൻ ഹല്ലേലൂയ സന്ദേശം അവൻ ഹല്ലേലൂയ ഈ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അത് വായിച്ച് അവൻ ധ്യാനിച്ച് അവൻ ജീവിക്കുവാൻ എന്നും എന്ത് ചെയ്തിട്ടില്ല. അവൻ മനുഷ്യൻ പഠിച്ചിട്ടില്ല. അവൻ ഹല്ലേലൂയ അതിനോട് പറയുന്നത് അവൻ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന അവൻ മൃഗത്തിന് അവൻ തുല്യൻ. ഹല്ലേലൂയ. അവൻ ഇന്ന് മാനിനെ പോലെ കുതിക്കുവാന് അവൻ മീനിനെ പോലെ നീന്തുവാന് അവൻ പക്ഷിയെ പോലെയൊക്കെ പറക്കുവാനും പഠിച്ച മനുഷ്യൻ അവൻ ഇന്നും മനുഷ്യനായി ജീവിക്കുവാൻ എന്ത് ചെയ്തിട്ടില്ല. അവൻ പഠിച്ചിട്ടില്ല. കാരണം എന്താണ്? അവൻ ഒരുവൻ മനുഷ്യനായി അവൻ എങ്ങനെ ജീവിക്കണം, അവൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ അവന്റെ ജീവിതം കെട്ടിപ്പടുക്കണം, അവന്റെ കുടുംബജീവിതം എപ്രകാരമായിരിക്കണം, ഇതെല്ലാം ഈ ലോകത്തിൽ മറ്റൊരു അവൻ തത്വ സംഹിതകളിൽ അവൻ എഴുതി വച്ചിരിക്കുന്നതിനേക്കാൾ ഉപരി അവൻ ഈ പഴഞ്ചൻ പുസ്തകത്തിൽ അവൻ പരിശുദ്ധാത്മാവ് അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ഇന്ന് പകലില് അവൻ ഹല്ലേലൂയ സ്തോത്രം അവൻ പഴയൊരു ഭാഗമായിരിക്കുക, അവൻ കേട്ട ഭാഗമായിരിക്കുക, അവൻ ഒരുപാട് പ്രസംഗങ്ങൾ അവൻ കേട്ടിട്ടുള്ളതായിരിക്കുക. എന്നാൽ ഇന്ന് പകലിലും പ്രാർത്ഥനയോടെ അവൻ ആയിരിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ അവൻ ഇടയായി തീരും. ഹല്ലേലൂയ. അവൻ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ശൗൽ അവൻ മേൽക്കുമേൽ അവൻ ശക്തി അവൻ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം 1-ാം അധ്യായം മുതൽ ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ യേശു കർത്താവ് അവൻ പറഞ്ഞതായ അവൻ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന അവൻ ദൈവസഭയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അവൻ യെരൂശലേമിലും യഹൂദയിലും എല്ലായിടവും ഭൂമിയുടെ അറ്റത്തോളം അവൻ എന്ത് ചെയ്യും? എന്റെ അവൻ സാക്ഷികൾ ആകുവാൻ ഇടയായി തീരും. എന്നാൽ ശക്തി അവൻ ലഭിച്ചിട്ട് അവൻ 2-ാം അധ്യായം 1-ാം വാക്യം അവൻ താഴ്ത്ത് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അവൻ യേശുവിന്റെ ശിഷ്യന്മാരും അവൻ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവൻ മർക്കോസിന്റെ മാളിക മുറിയിൽ അവൻ ആ വാഗ്ദത്തം ചെയ്തതായ അവൻ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. അവർ അന്യ ഭാഷകളിൽ അവൻ സംസാരിച്ചു. അവൻ പത്രോസ് അധികാരത്തോടുകൂടി അവൻ പ്രസംഗിക്കുവാൻ ഇടയായി. ആ അഭിഷേകത്തിന്റെ ശക്തിയുടെ അവൻ ഒറ്റ പ്രസംഗത്തിൽ അവൻ 3000 പേര് അന്ന് സഭയോട് അവൻ ചേരുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവസഭ അവൻ പെരുകി വരുമ്പോൾ അവൻ ഹല്ലേലൂയ പെന്തക്കോസ്തിന്റെ പ്രവൃത്തി അവൻ ഹല്ലേലൂയ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവൻ ദൈവസഭയെ അവൻ നശിപ്പിക്കുവാൻ യഹൂദന്മാർ എന്ത് ചെയ്തു? അവൻ തയ്യാറായി. അവൻ മഹാപുരോഹിതന്മാർ തയ്യാറായി. അതിനുവേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ സ്തെഫാനോസ് എന്ന് പറയുന്ന അവൻ ഒരു മനുഷ്യനെ അവൻ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ അവൻ ഹല്ലേലൂയ അവന്റെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടി അവൻ മാറി ഒതുങ്ങി നിന്നിരുന്ന അവൻ ഒരു യൗവനക്കാരൻ ഹല്ലേലൂയ ശൗൽ അവൻ ഹല്ലേലൂയ നാം പറയപ്പെടുന്ന അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ആ വസ്ത്രം സൂക്ഷിക്കുവാൻ വേണ്ടി അവൻ അവൻ കൂട്ടുനിന്ന് അതിനെ നോക്കിക്കൊണ്ടിരുന്ന ആ ശൗല് ഹല്ലേലൂയ അവന്റെ ബാല്യകാലമൊക്കെ കഴിഞ്ഞു. അവൻ കൗമാരമായി അവൻ യൗവനക്കാരനായി. അവന്റെ ഒറ്റ ഉദ്ദേശവും ലക്ഷ്യവും ഒന്നേയുള്ളൂ, എങ്ങനെയും ക്രിസ്ത്യാനികളെ എന്ത് ചെയ്യണം? അവൻ കൊന്നൊടുക്കണം, അവൻ സകലത്തെയും തച്ചുടയ്ക്കണം. ഒരൊറ്റ ക്രിസ്ത്യാനിയോ അവൻ ഇവിടെ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടെ അവൻ ഒന്നൊന്നായി അവൻ നശിപ്പിക്കുവാൻ തുടങ്ങി. അവൻ ദമസ്കോസിലെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ അധികാര പത്രവുമായി അവൻ ദമസ്കോസിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ പടിവാതിൽക്കൽ വെച്ച്
ദൈവ സ്നേഹം ആമേൻ അവനെ മാടി വിളിക്കുന്നത്. അവൻ സംഭവം നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടട്ടെ. അവിടെ വെച്ച് അവൻ ക്രിസ്തു ശിഷ്യനായി തീരുവാനിടയായി തീർന്നു. ദൈവസഭയെ മുദ്രവെച്ചിരുന്ന അവൻ ദൈവസഭയിലെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന അവൻ ഹല്ലേലൂയ ശൗൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അന്നു മുതൽ ഹല്ലേലൂയ അവൻ യേശുവിന്റെ ശിഷ്യനായി തീരുവാനിടയായി. അവിടെ സംഭവങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ആമേൻ ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. ആമേൻ ഹല്ലേലൂയ. അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശൗല് മേൽക്കുമേൽ എന്ത് ചെയ്തു? ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. അവൻ പ്രാപിച്ചതായ ശക്തി അവൻ അടങ്ങിയിരിക്കുവാൻ തയ്യാറായിരുന്നില്ല. അവൻ പ്രാപിച്ച അഭിഷേകത്തിൽ അവൻ അടങ്ങിയിരിക്കുവാൻ തയ്യാറായില്ല. അവൻ ഹല്ലേലൂയ പ്രാപിച്ച ദൈവിക നിയോഗത്തിൽ അവൻ അടങ്ങിയിരിക്കുവാൻ തയ്യാറായില്ല. അവൻ അതിനെ മേൽക്കുമേൽ ഹല്ലേലൂയ വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു. അവൻ മേൽക്കുമേൽ ശക്തി അവൻ പ്രാപിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ നമ്മുടെ മൺകൂടാരത്തിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുടെ വലിപ്പം ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും അവൻ അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ആ അഭിഷേകത്തിന്റെ ആ ശക്തിയുടെ വലിപ്പം ഇന്ന് പകലിൽ അവൻ അറിയാതെ പോകരുത്. അവൻ അത് ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നതാണ്. അവൻ അത് നുകത്തിന്റെ അഭികയറുകളെ അവൻ അടിക്കുന്നതാണ്. അവൻ നമ്മുടെ രോഗത്തിന്റെ ശക്തികളെ അവൻ തകർക്കുന്നതാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് മുൻപിലുള്ള അവൻ തടസ്സങ്ങളെ അവൻ തച്ചുടയ്ക്കുന്നതാണ്. ഹല്ലേലൂയ. അവൻ സകലത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ അവൻ കഴിവുള്ള ഒരു ശക്തിയാണ്. അവൻ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ അവൻ ദൈവം പകർന്നിരിക്കുന്ന അവൻ പരിശുദ്ധാത്മാവിന്റെ അച്ചാരമാകുന്ന ആ അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ വലിപ്പം അവൻ ഒരിക്കലും നാം മറന്നു പോകരുത്. അവൻ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അവൻ ഹല്ലേലൂയ ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവൻ വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ച അവൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അവൻ ഹല്ലേലൂയ അവൻ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ അവൻ ഹല്ലേലൂയ ഇറങ്ങി വന്ന് അവൻ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അവൻ 1-ാം വാക്യം വായിക്കുമ്പോൾ അവൻ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും അവൻ മുൻപാകെ നിന്ന് പുറപ്പെടുന്ന അവൻ ഹല്ലേലൂയ പളങ്ക് പോലത്തെ അവൻ ശുഭ്രമായ അവൻ നദിയായി അവൻ ഹല്ലേലൂയ നിലകൊള്ളുന്ന അവൻ അതേ പരിശുദ്ധാത്മാവ് അവൻ ഹല്ലേലൂയ ഇന്ന് പകലില് അവൻ എന്റെയും നിങ്ങളുടെയും അവൻ സകലരുടെയും ജീവിതത്തിൽ അവൻ മാറ്റം വരുത്തുവാൻ കഴിവുള്ള അവനൊരു ശക്തി എന്ന് ഇന്ന് പകൽ നാം മറന്നു പോകരുത്. ശൗല് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എങ്ങനെയാ? ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അവനെ കൊല്ലുവാൻ നോക്കുന്നവർ, ഒരു ഭാഗത്ത് അവൻ ക്രിസ്ത്യാനിയായിട്ടും അവൻ യേശുവിന്റെ ശിഷ്യനായിട്ടും അവനെ അംഗീകരിക്കാത്ത അവൻ യേശുവിന്റെ ശിഷ്യന്മാർ. ഹല്ലേലൂയ. അവിടെ വായിച്ചപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു അവൻ ഒരു കൂട്ടർ അവനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത്. കാരണം എന്താണ്? ഇന്നലെ വരെ അവൻ എന്നോട് കൂടെ ഇരുന്നവൻ, ഞങ്ങളോട് കൂടെ നടന്നവൻ, അവൻ കൊല്ലുവാനും അവൻ കൊല വിളിക്കുവാനും വേണ്ടി അവൻ ഞങ്ങളോട് കൂടെ നടന്ന ശൗല് അവൻ പെട്ടെന്ന് എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് അവനെ വെച്ചിരിക്കുവാൻ പാടില്ല എന്ന് ഒരു വശത്ത് യഹൂദന്മാർ, അവൻ മറുവശത്ത് അവൻ പറയുന്നു അവൻ യേശുവിന്റെ ശിഷ്യനായി തീർന്നു. അവൻ ഹല്ലേലൂയ. അവൻ ഞാൻ കൊലപാതകം നിർത്തി, അവൻ ശിഷ്യന്മാരെ കൊല്ലുന്നത് നിർത്തി, അവൻ വിശ്വാസികളെ കൊല്ലുന്നത് നിർത്തി. ഇത് വിശ്വസിക്കാത്ത അവൻ യേശുവിന്റെ ശിഷ്യന്മാരും അവൻ ദൈവസഭയും. പക്ഷേ ഈ രണ്ടുപേരും അവനെ അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിലും അവൻ എന്ത് ചെയ്തു? മേൽക്കുമേൽ ശക്തി പ്രാപിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നമ്മുടെ ജീവിതത്തിലെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ അവൻ നമുക്ക് ദൈവശക്തി പ്രാപിക്കുവാൻ കഴിയത്തില്ല. അവനെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ അവൻ ദൈവത്തെ ആത്മാവിൽ നമുക്ക് ആരാധിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകലിലും പ്രതികൂലത്തിന്റെ നടുവിൽ അവൻ സാഹചര്യം നമ്മുടെ മുൻപാകെ അവൻ ഹല്ലേലൂയ സ്തോത്രം യോർദാൻ പോലെ അവൻ ഹല്ലേലൂയ അടിച്ച് കലങ്ങി വരുമ്പോൾ അതിന്റെ മുൻപിൽ അവൻ ഹല്ലേലൂയ ദൈവാത്മാവിന്റെ ശക്തി പ്രാപിക്കുവാൻ അവൻ ഹല്ലേലൂയ മേൽക്കുമേൽ അവൻ ഹല്ലേലൂയ അതിൽ വർദ്ധിച്ചു വരുവാൻ അവൻ ഞാനും നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ അവൻ ചിലതിനെയൊക്കെ ദേശത്ത് മിണ്ടാതെയാക്കുവാൻ അവൻ ചിലതിനെയൊക്കെ ദേശത്ത് അതിന്റെ വായെ അടപ്പിക്കുവാൻ അവൻ ദൈവമില്ല എന്ന് പറയുന്നിടത്ത് അവൻ ജീവിക്കുന്ന ദൈവം അവൻ യേശുവാണെന്ന് തെളിയിക്കുവാനുള്ള അവനൊരു ശക്തി അതിന്റെ മധ്യത്തിൽ എന്ത് ചെയ്യണം? നാം എന്ത് ചെയ്യണം?
ചെയ്യണം? പ്രാപിച്ചെടുക്കുവാൻ ഇടയായി തീരണം. അതാണ് എന്ത് ചെയ്യുന്നത്? അവൻ ശൗല് പ്രാപിക്കുവാൻ ഇടയായി തീർന്നത്. അവൻ മേൽക്കുമേൽ ശക്തി അവൻ പ്രാപിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഈ ശക്തി നമുക്ക് അവൻ എങ്ങനെ പ്രാപിക്കുവാൻ ഇടയായി തീരും? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒന്ന്, പ്രാർത്ഥനയിൽ ആമേൻ നമുക്ക് ഈ ശക്തി ആമേൻ പ്രാപിക്കുവാൻ ഇടയായി തീരും. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 42-46 വാക്യങ്ങൾ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 42-46 വാക്യം. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 46-ാം വാക്യം. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്റെ മേൽ വന്നു. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേലിനെത്തും മുൻപേ ആഹാബിന് മുൻപേ അവൻ ഓടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ സമയമില്ല, അവൻ സംഭവം ഞാൻ വിവരിക്കുന്നില്ല. അവൻ യാഗമെല്ലാം കഴിഞ്ഞു, അവൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവൻ കൈപ്പത്തിയുടെ അത്രയും വേഗം അവൻ കാണുന്നു എന്ന് അവൻ ദാസൻ വന്ന് അവൻ ഏലിയാവിനോട് പറഞ്ഞപ്പോൾ ഏലിയാവ് ആഹാബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആഹാബെ, വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. അവൻ രഥം പൂട്ടി എന്ത് ചെയ്യുക? അവൻ യാത്രയായിക്കൊള്ളുക. രണ്ടുപേർക്കും പോകേണ്ടത് ഇസ്രായേലിലേക്ക്. പക്ഷേ ഹല്ലേലൂയ, ആഹാബിന്റെ രഥത്തിൽ അവൻ ഹല്ലേലൂയ ഏലിയാവിനെ കയറ്റിയില്ല. അവൻ ആഹാബ് അവൻ രഥം പൂട്ടി യാത്രയായി. അവൻ ആ രഥത്തിന്റെ കൂടെ അവൻ ഏലിയാവ് ഓടുവാൻ തുടങ്ങി. പക്ഷേ അവൻ ഹല്ലേലൂയ ആഹാബിന്റെ 7 കുതിരകളെ പൂട്ടിയ രഥം അവൻ ഇസ്രായേലിൽ എത്തുന്നതിന് മുൻപ് അവൻ ഹല്ലേലൂയ ഏലിയാവ് ഓടി അവൻ ഇസ്രായേലിൽ എത്തുവാൻ ഇടയായി തീർന്നു. അവൻ എവിടെ നിന്ന് അവൻ ഏലിയാവിന് അവൻ ഈ ശക്തി ലഭിച്ചത്? അവൻ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ആ കൊടുമുടിയുടെ മുകളിൽ അവൻ ഹല്ലേലൂയ മുഴങ്കാലുകൾക്കിടയിൽ അവൻ തല വെച്ചുകൊണ്ട് ഏലിയാവിനെ പ്രാർത്ഥിച്ച് അതിൽ പ്രാപിച്ചതായ അവൻ ദൈവശക്തി എന്ന് പറയുന്നത് അവൻ 7 കുതിരകൾക്ക് ഒപ്പം ഓടുവാനല്ല, അതിന് മുൻപേ ഓടുവാനുള്ള ഒരു ശക്തി അവൻ ഏലിയാവ് പ്രാർത്ഥനയിൽ പ്രാപിച്ചു. പ്രിയരെ, ഇന്ന് പറഞ്ഞ് വിളിച്ചു പറയട്ടെ, അവൻ എന്റെയും നിങ്ങളുടെ പ്രാർത്ഥനകൾ അഭിഷേകത്തിന്റെ അവൻ ശക്തിയുടെ പുറപ്പാടായി മാറട്ടെ. അഭിഷേകത്തിന്റെ ഒഴുക്കുകൾ അവൻ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവൻ പുറത്തു വരുന്ന അവൻ പ്രാർത്ഥനകളായി തീരട്ടെ. ഹല്ലേലൂയ. അവൻ ചിലരോടൊക്കെ ഓടി ജയിക്കുവാൻ, അവൻ ചിലരോടൊക്കെ അവൻ മല്ലിട്ട് ജയിക്കുവാൻ, അവൻ ചിലരിലേക്ക് യുദ്ധം ചെയ്ത് അവൻ കീഴ്പ്പെടുത്തുവാൻ, അവൻ ചില ലോകത്തിന്റെ മേൽ അവൻ വിജയം നേടുവാൻ അവൻ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അഭിഷേകത്തിന്റെ ശക്തി അത് നമ്മളിലൂടെ പുറപ്പെട്ട് അവൻ ഹല്ലേലൂയ ഒഴുകി അത് വർദ്ധിച്ച് ഇന്ന് പറയുന്നത് അവൻ ചിലതിനോട് കൂടെ ഓടുവാനല്ല, അവൻ ചിലതിനോട് ഒപ്പം ഓടുവാനല്ല, അവൻ അതിനേക്കാൾ അപ്പുറമായി അതിനൊരുപടി മുന്നേ ഓടുവാൻ അവൻ കഥാവേ ഇന്ന് പകലിൽ അവൻ ഏലിയാവിന്റെ അഭിഷേകമല്ല, അവൻ അഭിഷേകമല്ല, അതിനപ്പുറത്തേക്ക് അവൻ ചിലത് ചെയ്യുവാനുള്ള അവൻ ദൈവിക അഭിഷേകം. ഹല്ലേലൂയ. അതിനായി ഇന്ന് പകലിൽ പ്രാർത്ഥിക്കേണ്ടത് അവൻ ഹല്ലേലൂയ അവൻ അവരുടെയും ഇവരുടെയും അവന്റെ ഉണ്ടായിരുന്ന അഭിഷേകം ഞങ്ങൾക്ക് പോലെ കർത്താവേ അവൻ ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ നയിക്കുന്ന ഒരു അഭിഷേക തലമുറയെന്ന് അവൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അവൻ രണ്ടാമതായി ആ ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവശക്തി അവരുടെ മേൽ പകരുവാനിടയായിട്ടുണ്ട്. ഒന്ന്, അവൻ ഹല്ലേലൂയ ഈ ശക്തിക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 2, അവൻ എന്ത് ചെയ്യണം? കാത്തിരിക്കുവാൻ തയ്യാറാകണം, കാത്തിരിക്കണം. അതിനുവേണ്ടിയാണ് നാം എന്ത് ചെയ്യുന്നത്? അവൻ ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് അവൻ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഹല്ലേലൂയ അവൻ ദൈവസന്നിധിയിൽ അവൻ മുഴങ്കാലുകളെ മടക്കി അവൻ ആയിരിക്കുന്നത് ഈ ദൈവശക്തി പ്രാപിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാവർക്കും തിരക്കാണ്. അവൻ തിരക്കിന്റെ ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. എന്നാലും ഈ അതിന്റെ മധ്യത്തിൽ അവൻ ദൈവശക്തിക്ക് വേണ്ടി അവൻ കാത്തിരിക്കുവാൻ തയ്യാറായ അവൻ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങിയതായ ആ ഒരു ശക്തിയുണ്ടല്ലോ, ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ അവൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്നവൻ എന്ത് ചെയ്യും? ശക്തിയെ
ആമേൻ പുതുക്കുവാൻ ഇടയായി തീരും. ആ ഭാഗം ഒന്ന് വായിച്ചു വിട്ടോട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 29-31 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? അവൻ ശക്തിയെ പുതുക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ ഒന്ന് പുതുക്കുവാൻ വേണ്ടി അവൻ ദൈവസഭ അവൻ കാത്തിരിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഈ ഉയരത്തിൽ പറക്കുന്ന കഴുകനെ നാം കണ്ടിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. വർഷങ്ങൾ ആമേൻ ഹല്ലേലൂയ ഈ മാംസാദികളൊക്കെ കഴിച്ച് ആമേൻ പറന്നു നടന്ന് ആമേൻ ഹല്ലേലൂയ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതിന് പറക്കുവാൻ കഴിയാത്ത ആമേൻ ഒരു അവസ്ഥ വരും. ആമേൻ ഉയരങ്ങളിലേക്ക് ചിറകടിച്ച് ഉയരുവാൻ കഴിയാത്ത അവസ്ഥ കഴുകന് വരും. അപ്പോൾ ഈ കഴുകൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പ്രക്രിയയുണ്ട്. ആമേൻ വലിയ മലയുടെ ആമേൻ ഹല്ലേലൂയ വിടവിൽ പോയി അഭയം പ്രാപിക്കുക. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആ പാറയുടെ വിള്ളലിലൊക്കെ ഇത് പോയിരുന്ന് ആമേൻ ഹല്ലേലൂയ സഹിക്കുവാൻ കഴിയാത്ത ചൂടാണ്. ആമേൻ ഹല്ലേലൂയ സൂര്യന്റെ ചൂട്. ആമേൻ ഈ പർവ്വതത്തിൽ ആമേൻ ഈ പാറയിൽ തട്ടുന്ന ആമേൻ ആ പാറയുടെ ചൂട് ഇതെല്ലാം കൊണ്ട് അവൻ എന്ത് ചെയ്യുക? ആമേൻ ഹല്ലേലൂയ ഈ കഴുകൻ ഒരു പരിവമാകും. അത് അതിനകത്തിരിക്കുമ്പോൾ അതിന്റെ കൊക്കുകൊണ്ട് തന്നെ അതിന്റെ ചുണ്ടുകൊണ്ട് തന്നെ അതിന്റെ ശരീരത്തിലെ ഓരോ തൂവലും അത് പൊട്ടിപ്പറിച്ച് കളയും. ഒരു തൂവല് പോലും ആമേൻ ശരീരത്തിൽ ശേഷിക്കാതെ ആമേൻ സകല തൂവലും അത് പൊട്ടിപ്പറിച്ച് കളയും. ആമേൻ ഹല്ലേലൂയ ഈ പൊട്ടിപ്പറിച്ച് കളഞ്ഞ ആ തൂവലിന്റെ വിടവിലൂടെ സുഷിരത്തിലൂടെ അവൻ ഇതിന്റെ ശരീരത്തിനകത്തുള്ള അവൻ സകല മേധസ് അവൻ സകല നെയ്യോ ഈ ചൂടും കൂടെ അടിക്കുമ്പോൾ ശരീരത്തിലൂടെ ഉരുകി മാറുവാനിടയായി തീരും. അങ്ങനെ ചില ദിവസങ്ങൾ കൂടി ഈ കഴുകൻ അതിനകത്തിരിക്കുമ്പോൾ അവൻ പുതിയ തൂവലുകൾ അതിന്റെ ശരീരത്തിൽ കിളിച്ചു വരുവാനിടയായി തീരും. അവൻ ഹല്ലേലൂയ അല്പ ദിവസം കൂടി കഴിയുമ്പോൾ അവൻ പറക്കുവാനുള്ള അവൻ നല്ലൊരു അനുഭവത്തിലേക്ക് അവൻ ഈ കഴുകൻ എത്തുമ്പോൾ അവൻ ഹല്ലേലൂയ ആദ്യമേ പറന്നിരുന്നതിനേക്കാൾ അപ്പുറം അവൻ ശക്തിയോടെ അവൻ വാനമുകളിലേക്ക് അത് പറന്നുയരുവാനിടയായി തീരും. ആ പശ്ചാത്തലം കണ്ടുകൊണ്ട് അവൻ യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചത് അവൻ യഹോവയെ കാത്തിരിക്കുന്നവർ അതുപോലെ ചിറകടിച്ച് അവൻ ഉയരുവാനിടയായി തീരും. ഇന്ന് പകരം ദൈവസന്നിധിയിൽ ഒരു ദൈവശക്തിക്ക് വേണ്ടി അവൻ ഞാനും നിങ്ങൾ കാത്തിരിക്കുമ്പോൾ അവൻ വെറുതെ കാത്തിരിക്കുകയല്ല. അവൻ വെറുതെ കാത്തിരുന്നതുകൊണ്ട് കാര്യവുമില്ല. അവൻ കളയേണ്ടതിനെ ജീവിതത്തിൽ കളയുവാൻ തയ്യാറാകണം. അവൻ മാറ്റേണ്ടതിന് അവൻ ജീവിതത്തിൽ മാറ്റാൻ തയ്യാറാകണം. അവൻ ഹല്ലേലൂയ പറിച്ചു കളയേണ്ടതിന് അവൻ ജീവിതത്തിന്റെ ഉള്ളറയിൽ നിന്ന് അവൻ പറിച്ചു കളയുവാനിടയായി തീരണം. ഇല്ലാതെ ദൈവശക്തി അവൻ നമുക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. അവൻ നമുക്ക് മുന്നോട്ട് പറക്കുവാൻ കഴിയത്തില്ല. അവൻ കളയേണ്ടതിനെ കളഞ്ഞുകൊണ്ട് അവൻ ദൈവ സന്നിധിയിൽ അവൻ ദൈവ പൈതൽ അവൻ കാത്തിരിക്കുവാൻ തയ്യാറാകുമ്പോൾ അവൻ ദൈവ പുതിയ ചിലവ് അവൻ ജീവിതത്തിൽ നൽകുവാനിടയായി തീരും. അവൻ മുന്നോട്ട് പോകുവാൻ കഴിയാതെ അവൻ നമ്മുടെ ജീവിതത്തിൽ അവൻ തടസ്സമായി നിൽക്കുന്ന അവൻ സകലത്തെയും അവൻ ഉന്മൂലനാശം ചെയ്തുകൊണ്ട് അവൻ മുന്നോട്ട് പോകുവാനുള്ള അവനൊരു പുതിയ ശക്തി അവൻ നമ്മുടെ ജീവിതത്തിൽ അവൻ പരിശുദ്ധാത്മാവ് അവൻ നൽകി തരുവാനിടയായി തീരും. അവൻ വിശ്വസിക്കുന്നവരുടെ പലരെ അവൻ കരവാടി ദൈവത്തിനായി ആ ഒരു ദൈവ ശക്തിയുടെ തലത്തിലേക്ക് ആ ഒരു അഭിഷേകത്തിന്റെ തലത്തിലേക്ക് ഇന്ന് പകലിൽ വന്ന് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. എന്തിനാ ഈ ശക്തി? ഈ ശക്തി എന്തിനാ ഒരു ദൈവവനിൽ പ്രാപിക്കുന്നത്? വാസുമാരെല്ലാം പറയാറുണ്ട് അവൻ ഈ ശക്തി അവൻ എല്ലാവരും എന്ത് ചെയ്യണം? പ്രാപിക്കണം. എന്തിനാണ് പ്രാപിക്കുന്നത്? വായിച്ചത് 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. ഒരാൾ ഇരമ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം അതിന്റെ 20 തൊട്ട് താഴെയുള്ള വാക്യം. 2 തീമോഥെയോസ് 2:1. എന്റെ മകനേ, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതല്ല മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥനായ വിശ്വസ്തമനുഷ്യരെ പരമേൽപ്പിക്കുക. നോക്കുക, കർത്താവുള്ള കൃപയിൽ നീ എന്ത് ചെയ്യുക? അവൻ ശക്തിപ്പെടുക. എന്തിനു വേണ്ടിയാ? അവൻ ഒരു യുദ്ധമുണ്ട്. അവൻ ഹല്ലേലൂയ ഓരോ ദൈവ പൈതലും അവൻ ദൈവത്തിന്റെ പടയാളികളാണ്. അവൻ നമ്മുടെ കൂട്ടുവിശ്വാസിയോടല്ല, അവൻ നമ്മുടെ ചാർച്ചക്കാരോടല്ല, അവൻ നമ്മുടെ ബന്ധുക്കളോടല്ല. അവൻ പിന്നെയോ നമുക്ക് പോരാട്ടമുള്ളത് അവൻ ജഡരക്തങ്ങളോടല്ല. അവൻ ഹല്ലേലൂയ ശത്രുവോട് അവൻ അതിന്റെ അന്ധകാര മണ്ഡലത്തോട് പോരാടുവാൻ ഒരു ദൈവ
കഴിയത്തില്ല. ശത്രുവിന്റെ മുൻപ് പോരാടണമെങ്കിൽ, അവൻ വിജയത്തോടെ തല കുനിക്കാതെ നിൽക്കണമെങ്കിൽ ഈ അഭിഷേകത്തിന്റെ ശക്തി അവൻ നമുക്ക് കൂടിയേ തീരൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ ശക്തി നമുക്ക് ആവശ്യമാണ്. വായിച്ച അടുത്ത ഭാഗം യിരെമ്യാവ് 51:20. നീ എന്റെ വെണ്മയും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, അവൻ ഹല്ലേലൂയ ഒരു യുദ്ധത്തിന്റെ ആയുധമായി, അവൻ ഒരു വെൺമഴുവായി, അവൻ ദൈവം എന്നെയും നിങ്ങളെയും കണ്ടിരിക്കുമ്പോൾ അവൻ ഈ ശക്തി നമ്മിലില്ല എങ്കിൽ അവൻ ഹല്ലേലൂയ നമുക്ക് അവൻ ഹല്ലേലൂയ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവൻ ഹല്ലേലൂയ ഒരു പടയാളിയായി ദൈവം എന്നെയും നിങ്ങളെയും കണ്ടിരിക്കുമ്പോൾ അവൻ ഈ യുദ്ധത്തിന് നമുക്ക് എന്താണ്? അവൻ ഈ ദൈവശക്തി ആവശ്യമാണ്. വായിച്ചാൽ അവൻ ഹല്ലേലൂയ 2 കൊരിന്ത്യർ 12 അവൻ 9-10 വാക്യം. 2 കൊരിന്ത്യർ 12 9-10 വാക്യം. എന്റെ കൃപ നിനക്ക് മതി. അവൻ എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ എന്ത് ചെയ്യുന്നു? അവൻ തികഞ്ഞു വരുന്നു. നാമെല്ലാം ബലഹീനരാണ്. അവൻ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ബലഹീനതയിൽ അവൻ തളർന്നു പോകാതിരിക്കുവാൻ അവൻ ഈ ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. അവൻ ഈ ദൈവശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മെ തളർത്തുന്നതല്ല. അവൻ ഹല്ലേലൂയ നമ്മുടെ ബലഹീനതയിൽ അവൻ നമ്മെ തികഞ്ഞവരാക്കി നിർത്തുന്ന അവൻ ഒരു ശക്തിയാണ്. അവൻ ഹല്ലേലൂയ ഈ അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അവൻ ഹല്ലേലൂയ ഈ ശക്തിയല്ല അവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവൻ പ്രാപിച്ചു എങ്കിലും ഹല്ലേലൂയ അവൻ ഒരു കാലഘട്ടം കൊണ്ട് അവസാനിച്ചു. അവൻ പിന്നെ അതിനെ അവൻ ഹല്ലേലൂയ ഉപയോഗപ്പെടുത്തുവാനോ അവൻ ഹല്ലേലൂയ അതിനെ വർദ്ധിപ്പിക്കുവാനോ അവൻ ദൈവസഭകൾക്ക് അവൻ കഴിയാതെ പോയിരിക്കുന്ന അവൻ ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ വന്നിരിക്കുമ്പോൾ ഇന്ന് പല ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അവൻ രക്ഷിക്കപ്പെട്ടപ്പോഴുള്ള ശക്തിയുണ്ട്, അവൻ സ്നാനപ്പെട്ടപ്പോഴുള്ള ശക്തി വേണ്ട, അവൻ അഭിഷേകം പ്രാപിച്ചപ്പോഴുള്ള അവൻ ശക്തി വേണ്ട. ഇന്ന് പകലിൽ ഈ കാലഘട്ടത്തിൽ അവൻ നമുക്ക് ജീവിക്കണമെങ്കിൽ അതിനപ്പുറം അവനൊരു ശക്തി, അവൻ പരിശുദ്ധാത്മാവിന്റെ അവൻ ഹല്ലേലൂയ ഡൈനാമിക് പവർ അവൻ നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രാപിച്ച് മതിയാകത്തുള്ളൂ. ഇന്ന് പകലിൽ അതിനായി അവൻ ദൈവകരങ്ങളിലേക്ക് അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവൻ തയ്യാറാണോ? ഹല്ലേലൂയ. ദൈവസഭ ഇന്ന് അവൻ നേരത്തെ വായിച്ച ഭാഗം പോലെ അവൻ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ് അവൻ ജീവനില്ലാതെ അവൻ കിടക്കുന്ന ഒരു തലത്തിലേക്ക് അവൻ നമ്മുടെ ലോകത്തിൽ ദൈവസഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വരുവാൻ, അവൻ ദൈവശ്വാസം വരുവാൻ, അവൻ ഹല്ലേലൂയ അസ്ഥി മാംസങ്ങൾ അവൻ ഞരമ്പുകൾ അവൻ അതിൽ വെച്ച് പിടിപ്പിക്കുവാൻ അവനൊരു മഹാസൈന്യമായി അവൻ ദൈവസഭ അവൻ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ അവൻ ഹല്ലേലൂയ പല തിന്മയ്ക്കെതിരെയോ അവൻ ഹല്ലേലൂയ അവൻ യേശു ഇല്ല എന്ന് പറയുമ്പോൾ അവൻ യേശുവിന് വരില്ല എന്ന് പറയുമ്പോൾ അവൻ വേദ അവൻ പുസ്തക സത്യങ്ങളെ അവൻ ഹല്ലേലൂയ കോട്ടി കളയുന്ന അവൻ ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ അത് അല്ല അതിങ്ങനെയാണോ പറഞ്ഞ് അവൻ ദൈവസഭ ഒരു സൈന്യമായി എഴുന്നേൽക്കുവാൻ കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഇന്ന് പകൽ പ്രിയമുള്ളവരെ ആ ശക്തിയുടെ ഉറവിടങ്ങളായി മാറുവാൻ അവൻ തയ്യാറാണോ? നമ്മുടെ കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവേ, ഇന്ന് പകലിൽ ഹല്ലേലൂയ അതിന്റെ വട്ടാവാക്കി എന്നെ തീർക്കണമേ. അവൻ പ്രാപിച്ച ശക്തിയിൽ അടങ്ങിയിരിക്കുവാനല്ല, അവൻ പ്രാപിച്ച അഭിഷേകത്തിൽ അടങ്ങിയിരിക്കുവാനല്ല, അവൻ ഹല്ലേലൂയ എന്നിൽ അവൻ അങ്ങ് പകർന്ന ശക്തി അവനൊന്ന് പുറപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയട്ടെ, അവൻ യേശുവിലുണ്ടായിരുന്ന ആ അഭിഷേകം ഹല്ലേലൂയ യേശു കർത്താവിൽ ഒതുങ്ങി നിന്നില്ല. അവന്റെ വസ്ത്രത്തിന്റെ പിളിപ്പിലൂടെ അത് വ്യാപരിക്കുവാൻ തയ്യാറായി, അവനത് പുറപ്പെടുവാൻ തയ്യാറായി. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടവർ അവൻ സൗഖ്യമായി. അവൻ യേശുവിന്റെ ശിഷ്യന്മാർ അവൻ നടന്നു പോയപ്പോൾ അവന്റെ നിഴൽ അവരുടെ നിഴലെങ്കിലും തട്ടുവാൻ വേണ്ടി അവൻ രോഗികളെ അവരുടെ നിഴലിന്റെ അടുക്കൽ കൊണ്ടുവരുവാനിടെ കാരണമെന്താ? അവരുടെ നിഴലിലൂടെ ആ ആത്മാവ് പ്രവർത്തിക്കുവാൻ അവൻ പരിശുദ്ധാത്മാവ് അവൻ ഒഴുകുവാനിടയായി തീർന്നു. അവൻ മോശയുടെ കയ്യിൽ അവനൊരു വടിയുണ്ടായിരുന്നു. അവനിലുള്ള അഭിഷേകം അവന്റെ വടിയിലൂടെ പുറപ്പെട്ടെങ്കിൽ അവൻ ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ചെങ്കിൽ ഹല്ലേലൂയ അവൻ പാറയെ അടിച്ചപ്പോൾ വെള്ളം വന്നെങ്കിൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ നമ്മുടെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടട്ടെ. എത്ര പേർ
ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ തയ്യാറാകുക. കർത്താവ് എന്നിൽ പകരഭിഷേകം, അവൻ എന്നിൽ അടങ്ങിയിരിക്കുന്ന ശക്തി ഇന്ന് പകൽ എന്നിൽ ഒഴുക്കുവാനുള്ളതല്ല, അത് എന്നിൽ നിന്ന് പുറപ്പെടുവാൻ, എന്നിൽ നിന്ന് പുറപ്പെടുവാൻ, അനേകർക്ക് ആശ്വാസമാകുവാൻ, അനേകർക്ക് വിടുതലാകുവാൻ ഇന്ന് പകൽ എന്നിൽ നിന്ന് പുറപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവനിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകലിലെ സ്വർഗ്ഗം പകരുവാൻ ശക്തനാണ്. അവൻ ഹല്ലേലൂയ. അവൻ ഏലിയാവിന്റെ കയ്യിൽ ഒരു പുതപ്പുണ്ടായിരുന്നു, അത് വെറും പുതപ്പല്ല, ആ പുതപ്പിലൂടെ അവൻ പുറപ്പെട്ട ഒരു അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അഭിഷേകത്തിന്റെ വക്താവായിരുന്നു അവനൊരു ഏലീശയുണ്ട്. അവൻ ഏലീശ മരിച്ചടക്കപ്പെട്ടു. അവന്റെ അസ്ഥിയുടെ അവനൊരു ശരീരം വീണപ്പോൾ അവന്റെ അസ്ഥിയിലൂടെ അഭിഷേകം അവൻ ജീവനായി മാറിയെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ അവൻ നമ്മിലൂടെ ഒരു അഭിഷേകം പുറപ്പെടട്ടെ. അവരുടെ പകൽ കഥാവുകളുടെ പറ ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം കഥാവ് എന്റെ ജീവിതത്തിൽ പറയണത്. അവൻ ഹല്ലേലൂയ ആദ്യ നൂറ്റാണ്ടിന്റെ അനുഭവം, അവൻ ഹല്ലേലൂയ ഈ കാലഘട്ടങ്ങളുണ്ട്, അവൻ ഞങ്ങളുടെ ശാശ്വതമല്ല. ഈ